ഫോക്കസ് കേട്ടോ. ഇതിപ്പോൾ ഒരു മീൻകറിയുടെ പരിപാടിയാണ്. എന്തോ പരിപാടി? എന്തൊക്കെയാണ്? സാധാരണ ഓക്കെ. ഇന്ന് ഉച്ചയ്ക്ക് പക്ഷേ ഇതായിരുന്നല്ലോ, തേങ്ങ വറുത്തരച്ച്. ഇതിപ്പം മുളക് കറി ഇല്ലയോ? ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, കറുത്ത കുടംപുളി ഇല്ലേ, കറിവേപ്പില, ഓക്കെ. തക്കാളിക്ക് ഇത് പിന്നെ നമുക്കിപ്പോൾ ഇവിടെ കടൽ മീൻ അത്ര സുലഭമല്ല, എന്നാലും ഇന്നലെ കിട്ടിയതാണ്. ഇത് വറ്റപ്പാര അല്ലേ? നല്ല പച്ച മീനാട്ടോ വറ്റപ്പാര. മീൻകറിയുടെ കൂടെ ഇവിടെ മലയാളി സ്റ്റോഴ്സുകൾ ഒരുപാടുണ്ട് ഹൈദരാബാദിൽ. അപ്പം നമുക്കിന്നുള്ള ചീനി കപ്പ പുഴുങ്ങിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ രാത്രിയിൽ കപ്പ പുഴുങ്ങിയതും വറ്റയുടെ മുളക് കൂട്ടാനും ചോറും. ഇന്ന് ചപ്പാത്തി ഒഴിവാക്കി. ചക്കരയ്ക്ക് ചപ്പാത്തിയാണ്. ചപ്പാത്തിയും മുട്ട ഭുജിയായി. അതിനകത്ത് മസാല എല്ലാം ചേർക്കുക. മസാല എന്തോ കുരുമുളക് പൊടിയുണ്ട്, നമ്മുടെ പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി. ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ നാട്ടിൽ നിന്ന് ഞങ്ങൾ പൊടിപ്പിച്ചു കൊണ്ടുവന്ന് പിന്നെ ഇതാ പൊടികളാണ് കേട്ടോ. നാട്ടിൽ പോകുമ്പം 1-2 കിലോ ഒക്കെ പൊടിപ്പിച്ചു കൊണ്ടുവരും. പക്ഷേ ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്ധ്രയുടെയൊക്കെ മുളകെന്ന് പറയുമ്പം പിന്നെ എരി കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ നാട്ടിൽ പിരിയമുളകും ഈ ആന്ധ്രാമുളകും കൂടെ രണ്ടും കൂടെ പപ്പാതി ഇട്ടിട്ടാണ് പൊടിപ്പിച്ചു കൊണ്ടുവരുന്നത്. പിന്നെ മല്ലിപ്പൊടി നാട്ടിൽ നിന്ന് തന്നെയാണ് കൊണ്ടുവരുന്നത്. അതാണ്ട് ഇത് പ്രാച്ചി ഒരു ഇന്നലെ കിട്ടിയതാണ്. ഇവിടെ പ്രാച്ചി കിട്ടിയത് ഏണ്ടൊരു 2 കിലോയുടെ അടുത്തുണ്ടായിരുന്നു. 260 രൂപയ്ക്ക് കിട്ടി. നല്ല പച്ചയാണ് പ്രാച്ചി. അത് ചില സമയത്തൊക്കെ ഉള്ളു ഇതൊക്കെ വരുന്നത്, വളരെ വിരളമായിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ കൂടുതൽ വറ്റ അല്ലെങ്കിൽ നെയ്മീൻ, ചൂര ഇങ്ങനെയൊക്കെയുള്ള മീനാണ്. ഇവിടെ മത്തി വരുന്നത് വട്ടമത്തിയാണ് വരുന്നത്, നെയ്മത്തി വളരെ കുറവാണ് വരുന്നത്. അപ്പോൾ ഇത് ഇന്ന് കപ്പയുടെ കൂടെ വറക്കാനായിട്ട്. ഓക്കെ, ഇത് കണ്ടോ, ഇത് ഇന്നത്തെ ഏറ്റവും വലിയ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ടുള്ളൊരു സാധനമാണ്. ഒന്നുമില്ല, അര കിലോ 1/2 ലിറ്റർ വെളിച്ചെണ്ണയാണ് 290 രൂപ. അപ്പോൾ ഇതിന് മേളിൽ നമ്മുടെ പിന്നുകൊണ്ട് ചെറിയൊരു ഓട്ട ഇട്ടിട്ടുണ്ട്. വെറുതെ പറഞ്ഞ കേട്ടോ, മലയാളികൾക്ക് വെളിച്ചെണ്ണ ഒഴിവാക്കാൻ പറ്റത്തില്ല. എങ്കിലും ഞങ്ങൾ ഇതൊന്നുമല്ല ഉപയോഗിക്കുന്നത്. ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്? നമ്മൾ റൈസ് ബ്രാൻഡ് നമ്മുടെ തവിടെണ്ണ കിട്ടും ഇവിടെ. പിന്നെ 230 രൂപയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഇത് റീഫൈൻഡ് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ വില കൂടുമ്പോൾ അതിനനുസരിച്ച്. ഇതിപ്പോൾ അത്യാവശ്യം നമ്മുടെ പിന്നെ മീൻ അവിയലിലൊക്കെ ചേർക്കാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് വൈകുന്നേരത്തെ കഴിക്കുന്നത്. കാരണം ഉച്ചയ്ക്ക് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഓഫീസിലായിരിക്കുമല്ലോ, അതുകൊണ്ട് രാത്രിയിലാണ്. ലഘുഭക്ഷണമാണ്, പ്രത്യേകിച്ചൊന്നുമില്ല അല്ലേ? കുറച്ചേ കഴിക്കത്തുള്ളൂ. ഇത് കപ്പ പുഴുങ്ങിയത്, പ്രാച്ചി വറുത്തത്, ഒരു ചപ്പാത്തി, പിന്നെ ഒരു ഇച്ചിരി മുട്ടത്തോരൻ, ശകലം ചോറ്. ഇത് രാവിലെ വറുത്തരച്ച് വെച്ച അത് എന്തുമായിരുന്നു? മീൻ പ്രാച്ചിയായിരുന്നു. ഇതിപ്പോൾ വെച്ച് നമ്മുടെ മുളക് കറി, കുടംപുളി ഇട്ട് വെച്ച വറ്റ ഇല്ലേ? അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി, ശുഭദിനം.